ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ മനസ്സിലായി കാണും ഏത് വ്യക്തിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആക്ടറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ നടന്മാർക്കും അവരുടെ കരിയറിൽ ഓരോ കളിയാക്കലുകളും ക്രിറ്റിസൈസും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. അതുപോലെ വിജയ് നേരിട്ടിട്ടുണ്ട്. അതിൽ മേജറായിട്ട് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് പുള്ളിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്നാണ്. രണ്ടാമതായിട്ട് പറയുന്നത് വ്യത്യസ്തതയില്ലാത്ത സിനിമകൾ, എല്ലാ പടത്തിലും രക്ഷകൻ, ഇതാണ് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നുണ്ട് വിഗ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കറുപ്പ്, പുള്ളിയുടെ കളറിനെ പറ്റി. ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. കൂടുതൽ പേരും വിജയ് ഫാൻസിന് നേരെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് വിജയ്ക്ക് അഭിനയിക്കാൻ അറിയാം, വിജയ്ക്ക് ഒരു അവാർഡ് ഉണ്ടോ എന്നൊക്കെ. എനിക്ക് അങ്ങനെയുള്ള സഹോദരന്മാരോട് ചോദിക്കാനുള്ളത്, വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇത്രയും മൂവീസ് പുള്ളി ചെയ്യുമായിരുന്നു. അപ്പോൾ പറയും ഫാൻസ് ഉള്ളതുകൊണ്ടാണ്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഈ പുള്ളിക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നതെന്ന് പറയുന്നത് ഗില്ലിയല്ല, പലരും ഗില്ലി എന്ന് പറയും. അതിനു മുമ്പേ രസികൻ, പൂവേവനക്കാകെ, ഇതൊക്കെയാണ് പുള്ളിക്ക് ഒരു നടൻ എന്നുള്ള രീതിയിൽ റെക്കഗ്നൈസേഷൻ കിട്ടി തുടങ്ങിയത്. അപ്പോൾ അവിടെ തൊട്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫാൻസ് ഇന്നത്തെ അത്ര ഫാൻസുകളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ ആലോചിക്കണം, ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് വിജയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ വിജയുടെ മൂവി കാണാൻ പോലും ആളില്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത് തരണം ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അഭിനയിക്കാനുള്ള കഴിവ് വേണം, അല്ലാതെ വരാൻ പറ്റില്ല. ശരിയാണ്, അഭിനേതാവെന്ന നിലയിൽ വിജയനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു 100% മിസ്സിങ് അല്ല. കത്തിയിൽ ജീവാനന്ദം, അതുപോലെ തന്നെ മെർസലിലെ വെട്രിമാരൻ, പിന്നെ രായപ്പൻ, മാസ്റ്ററിലെ JD, പിന്നെ ലിയോയിലെ പാർത്ഥിപൻ. വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്കുള്ളൊരു മറുപടിയാണ് ഇത്. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, സ്ക്രീനിൽ ഒരു നടൻ കരയുമ്പോൾ അല്ലെങ്കിൽ ഒരു നടി കരയുമ്പോൾ അത് ഓഡിയൻസിന് റിഫ്ലക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതാണ് ആക്ടിങ് എന്ന് പറയുന്നുണ്ട്. അത് വിജയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. വിജയ അഭിനേതാവെന്നുള്ള നിലയിൽ ആരും പറഞ്ഞു കേൾക്കാത്തൊരു മൂവിയാണ് കണ്ണുക്കുൾ നിലവെന്ന് പറയുന്ന മൂവി. അത് നമ്മുടെ ഫാസിൽ സാറാണ് എടുത്തത്. പുള്ളി നമ്മുടെ അനിയത്തി പ്രാവിൻ്റെ റീമേക്ക് തമിഴിൽ വിജയനെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണുക്കുൾ നിലവെന്ന് പറയുന്ന സിനിമയിൽ വിജയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് തലയ്ക്കടിയേറ്റ് മറവി രോഗം ബാധിച്ചൊരു ക്യാരക്ടറാണ്. ഞാനത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ പറയുന്നത് വിജയ് സ്ഥിരം രക്ഷകൻ റോളാണ്, വ്യത്യസ്തതകളില്ലാത്ത സിനിമകൾ ചെയ്യുന്നു എന്നൊക്കെയാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഈ രക്ഷകൻ റോൾ ചെയ്യാത്ത ഏതെങ്കിലും നടന്മാരുണ്ടോ? അതെൻ്റെ സംശയമാണ്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന എല്ലാ നടന്മാരും രക്ഷകന്മാരാണ്. രക്ഷകന്മാരുടെ അല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ ഒരു പടത്തിൽ വില്ലനായിട്ട് വരണം, അല്ലെങ്കിൽ ഡബിൾ റോൾ ചെയ്തിട്ട് ഒരു ഹീറോ ആയിട്ടും വരണം, വില്ലനായിട്ടും വരണം. അങ്ങനെ പറ്റത്തുള്ളൂ. പക്ഷേ വിജയ് ഈ 2 രീതിയിലും അല്ലാതെ രക്ഷകനും അല്ലാത്ത ഒരു പടം ചെയ്തിട്ടുണ്ട്. അതാണ് ലിയോ. സിമ്പിളായിട്ട് വന്നാൽ ലിയോ എന്ന് പറയുന്ന ഒരു ഓൾട്ടർ ഈഗോ കോൺസെപ്റ്റാണ്. അതിലെ ആ സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത് പാർത്ഥിപനും വില്ലൻ എന്ന് പറയുന്നത് ലിയോദാസുമാണ്. അതുപോലെ പറയുന്നതാണ് ഒരേ പാറ്റേണിൽ മൂവി ചെയ്യുന്നത്. അത് ശരിയാണ്. പക്ഷെ നമുക്കതിനെ വിജയനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. വിജയ്ക്ക് കണ്ടന്റ് ഓറിയൻറ്റഡ് മൂവീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് കാരണം പുള്ളിയുടെ മാർക്കറ്റും ഫാൻസും അതുപോലെ തന്നെ പുള്ളിയുടെ അടുത്തേക്ക് എത്തുന്ന സ്ക്രിപ്റ്റ്സുമാണ്. ഇത് ഞാനായിട്ട് തട്ടിവിടുന്നതൊന്നുമല്ല. നമ്മുടെ ഡയറക്ടർ ഫാസിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല അഭിനേതാവായി ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്ന് വിജയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ഫൈറ്റും ഡാൻസും ഒന്നും ഇല്ലാതെ വെറും അഭിനയം മാത്രം. പിന്നെ പേടിയാ ഫാൻസിന്, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. ആ വിജയ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നൊരു കാര്യമാണ്, വിജയ് ഇതുവരെയുള്ള എല്ലാ മൂവീസിലും വിഗാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ വേട്ടയ്ക്കാരൻ, കാവലൻ, ഈ സിനിമകളിൽ സോങ്സിൽ വിജയ് വിഗ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുലി മൂവിയിൽ വിഗ് യൂസ് ചെയ്തിട്ടുണ്ട്. തെരി മൂവിയിൽ ജോസഫ് ഗിരുവിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഭൈരവ ഫുൾ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. മെർസൽ വെട്രിമാറിന് യൂസ് ചെയ്തിട്ടുണ്ട്. ബിഗിൽ മൂവിയിൽ ബിഗിലിന് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹേറ്റേഴ്സ് പറയും മാസ്റ്റർ തൊട്ട് ലിയോ ഗോട്ട് വരെ വിഗാണ് യൂസ് ചെയ്തതെന്ന് പറയും. എൻ്റെ ഒരു കേട്ടറിവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയ്ക്ക് കുറച്ച് ഹെയർ ലോസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. തെരി ടൈമിലൊക്കെ പുള്ളി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് സെറ്റാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന പിക്കാണ് ഇതൊക്കെ. ഈ ഹേറ്റേഴ്സ് പറയുന്ന പോലെ എല്ലാം വിഗൊന്നുമല്ല. വിജയ് നാച്ചുറൽ ഹെയറിൽ തന്നെയാണ് കൂടുതൽ പടങ്ങളും ചെയ്യുന്നത്. പിന്നെ ഗോട്ടിലൊക്കെ വിഗാണെന്ന് ചില പ്രമുഖന്മാർ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി നോട്ട്. പിന്നെ കറുപ്പിൻ്റെ പേരിലൊക്കെ പലരും കളിയാക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല. അത് സത്യം പറയില്ല, അവരുടെയൊക്കെ മനസ്സാണ് യഥാർത്ഥ കറുപ്പ്. അങ്ങനെയൊന്നും ഒരാളെയും കളിയാക്കാൻ പാടില്ല. എന്തായാലും വിജയ് എന്ന നടൻ സിനിമാ ജീവിതം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് വലിയൊരു ലോസാണ്. എന്തായാലും
ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വിജയുടെ കാര്യം പറഞ്ഞു. അടുത്തൊരു ആക്ടറിനെ പറ്റി ഞാൻ വീഡിയോ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതിന് ഈ വീഡിയോ എത്ര പേര് കാണുന്നു എന്ന് എനിക്കറിയാം. ഈ വീഡിയോ എത്തേണ്ടവരിലേക്ക് എത്തിയാൽ അടുത്ത മാസം ആ ഒരു നടൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ആ ഒരു നടന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യും.